ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു കിടിലൻ പലഹാരമായിട്ടാണ്. വെറും 3 ചേരുവകൾ കൊണ്ട് 3 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടു സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്നൊരു പലഹാരമല്ലേ, അതാണ് കേട്ടോ ഇത്. കൊക്കനട്ട് സ്വീറ്റ്, കൊക്കനട്ട് കുക്കീസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ചിരവിയത് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് 1 ടേബിൾ സ്പൂണൊക്കെ മാറ്റി വെച്ചാലും മതി. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. 1/2 കപ്പാണ് കേട്ടോ മൈദ എടുത്തത്. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. തേങ്ങയുടെയും പഞ്ചസാരയുടെയും ഒരു നനവിലാണ് ഇതൊന്ന് കുഴച്ചെടുത്തത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. കയ്യിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറി വെച്ച് കൊടുക്കുക. ഒരു ചെറി വെക്കണം എന്നില്ല, ഒരു ചെറിയുടെ പകുതി കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ നമ്മുടെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഇത്രണ്ണമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. കുറേ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും അതുപോലെ 2 കപ്പ് തേങ്ങയൊക്കെ എടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ എണ്ണ ചൂടാക്കിയിട്ട് വേണം അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് കുറഞ്ഞ തീയിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ. എന്നാലേ മൈദയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഉൾവശം വേവുള്ളൂ. പിന്നെ തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ ആവും. അപ്പോൾ ഒരു വശം ബ്രൗൺ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറഞ്ഞ തീയിലിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുക്കാം. കണ്ടോ എന്ത് ഭംഗിയല്ലേ, ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഭംഗിയൊന്നും പോയിട്ടില്ല. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ്. ഇനിയിപ്പോൾ ചെറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറി കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതിയല്ലോ. മൈദയും തേങ്ങയും പഞ്ചസാരയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്